അപ്പോൾ ഈദൊക്കെ കഴിഞ്ഞില്ലേ? അപ്പോൾ ഇത് എപ്പോഴാണ് ഈ ഈദിൻ്റെ കേക്കിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നത്? നീ ഇത്രയ്ക്കങ്ങ് മടിച്ചിയായി പോയോ എന്നുള്ളൊരു ചോദ്യമായിട്ട് പല സബ്സ്ക്രൈബേഴ്സും വരാറുണ്ട് കേട്ടോ. കാരണം ലോങ് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ലേറ്റ് ആവുന്നുണ്ട് ഞാൻ. കാരണം അത് എഡിറ്റിങ്ങും വീഡിയോ ഷൂട്ടിങ്ങും പിന്നെ സ്പേസിൻ്റെ പ്രോബ്ലംസും പിന്നെ എന്താ പറയുക, നോർമലി ഉള്ള എല്ലാ തിരക്കുകളും പെട്ടിട്ട് പല വീഡിയോസും മറന്നു പോവാറുണ്ട്. പല വീഡിയോസും എഡിറ്റിംഗ് പെൻഡിങ് ആയി പോവാറുണ്ട്. അതിൽപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ ഈദ് മുബാറക്ക്, അതായത് ഈദിന് കൊടുത്തിട്ടുണ്ടായിരുന്ന കേക്ക്. നമ്മൾ റെഗുലർ കസ്റ്റമറാണ്, അടിപൊളി കേക്ക്സ് ഒരുപാട് വാങ്ങിയിട്ടുള്ള കസ്റ്റമറാണ്. അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കേക്ക് എന്ന് പറയുന്നത് വാഞ്ചോ ആണ് കേട്ടോ. വെറൈറ്റി കേക്കും സ്പെഷ്യൽ ആയിട്ടുള്ള കേക്ക്സും കുറേ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒരു കേക്കാണ് നമ്മൾ ഈ ഒരു കസ്റ്റമർ വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോർമലി ഇഷ്ടപ്പെടുന്ന പല ഫ്ലേവേഴ്സും പല ആൾക്കാർക്കും ഇഷ്ടമാണ് അല്ലേ. ചില ആൾക്കാർക്ക് ചോക്ലേറ്റ് ഇഷ്ടപ്പെടാം, ചില ആൾക്കാർക്ക് വാനില ഇഷ്ടപ്പെടാം. അപ്പോൾ ഇത് രണ്ടും കൂടി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അങ്ങനെയുണ്ട്. അപ്പോൾ അതിൽ വാഞ്ചോയുടെ കേക്കാണ് 1 kg ഞാൻ 7 ഇഞ്ചിൻ്റെ ടിന്നിലാട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈദ് മുബാറക്ക് എന്ന് എഴുതണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടേതായ തട്ടിക്കൂട്ടലായിട്ടുള്ള കലാവിരുദ്ധകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ പ്രസ് ചെയ്ത സമയത്ത് ആദ്യം ജസ്റ്റ് പ്രസ് ചെയ്തു, പിന്നെ ഓർമ്മയില്ലാതെ വീണ്ടും അങ്ങ് വല്ലാണ്ട് അങ്ങ് പ്രസ് ചെയ്തു. അപ്പോൾ അതേ പീസസ് അതിൻ്റെ ഉള്ളിലോട്ടേക്ക് പോയി. പിന്നെ വീണ്ടും ആദ്യം കുഴച്ച് പരത്തി വീണ്ടും ഡിസൈൻ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പ്രസ് ചെയ്തത് കൂടുതലായി പോയിട്ടാണ് എന്നുള്ളത് എഡിറ്റിംഗ് ടൈമിലാട്ടോ എനിക്ക് മനസ്സിലായത്. ഞാൻ ആദ്യം വിചാരിച്ചു അതിൽ ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ടാണെന്ന് വെച്ചിട്ട് കോൺഫ്ലവറൊക്കെ ഡസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രസ്സിങ്ങിൻ്റെ സംഭവമല്ല പ്രശ്നം, എൻ്റെ അമർത്തലാണ് പ്രശ്നം എന്നുള്ളത് എഡിറ്റിംഗ് ടൈമിലാണ് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ആ ഒരു കളർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗോൾഡൻ ഡസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഫോണ്ടൻറ്റ് വൈറ്റിൽ ചെയ്യാതെ ലൈറ്റ് യെല്ലോ കളർ ടച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഗോൾഡൻ ടച്ച് കിട്ടും. അപ്പോൾ അത് അധികം ആൾക്കാരും ചില ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തു കേട്ടോ. ഞാനിതിപ്പോൾ ഓയിലാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. ഗോൾഡൻ ഡസ്റ്റ് ജസ്റ്റ് പൗഡറായിട്ട് തന്നെ ചെയ്യാനും പറ്റും. അപ്പോൾ 2 മെത്തേഡിൽ ചെയ്യാം, പൗഡറായിട്ടും ചെയ്യാം, ഓയിലിൽ മിക്സ് ചെയ്തിട്ടും ചെയ്യാം. അപ്പോൾ ഈ ഒരു കേക്ക് നോർമലി ഒരു ഈദ് മുബാറക്ക് മാത്രം പറഞ്ഞ സമയത്ത് ഞാൻ ഫോണ്ടൻറ്റും ഫോട്ടോ പ്രിൻറ്റും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ കൂട്ടിയിട്ട് കുറച്ചൊന്ന് ടോളാക്കിയിട്ടും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമർ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് നോർമലി കേക്കിന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് അവർ വിചാരിച്ചതിൻ്റെ അപ്പുറത്തൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അവർക്ക് അതിൻ്റെ ആ ഒരു ഹാപ്പിനെസ്സും ആ ഒരു സാറ്റിസ്ഫാക്ഷനും പിന്നെ നമുക്ക് ഓർഡർ ചെയ്യാനുള്ള മനസ്സും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുപോലെ ബാർഗനിങ്ങും ചെയ്യാത്ത കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഡിസൈനിങ് ചെയ്താലും ആ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ചില സമയം അവർ റേറ്റ് പോലും ചോദിക്കുക. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് എന്ത് ഡിസൈൻ ചെയ്ത് കൊടുക്കാനും ഒരു മടിയും കാണില്ല. ചില ആൾക്കാർ അങ്ങനെയല്ല കേട്ടോ, ഭയങ്കര ബാർഗനിങ് ആണ്. നമ്മളിപ്പോൾ ഒരു 500 രൂപയുടെ കേക്ക്, 500 രൂപയ്ക്ക് കേക്കല്ല, അങ്ങനെ ഒരു കേക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ, 500 രൂപയുടെ കേക്ക് ആണെങ്കിൽ കേക്കിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കും. എന്നിട്ട് ലാസ്റ്റ് കേക്ക് വാങ്ങാൻ വരുന്ന സമയത്ത് കുറയ്ക്കിപ്പാ, അത് അത്ര വേണോ, എന്തിനാ, നിങ്ങൾക്ക് ഇനിയും നമ്മൾ സെയിൽ കസ്റ്റമർ ആവുമല്ലോ, ഇനിയും വാങ്ങുമല്ലോ, അപ്പോൾ അത് കുറയ്ക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരുന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സിനും ഇതേ അനുഭവങ്ങളാണ്. പല ഫ്രണ്ട്സും പല സ്റ്റുഡൻസും ഇതേ രീതിയിൽ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങളത് ശ്രദ്ധിക്കുക, നിങ്ങളൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഇതുപോലെ ബാർഗെയിൻ ചെയ്യാൻ നിൽക്കില്ല. അവരതാണെങ്കിലോ 1 kg എന്ന് പറഞ്ഞാൽ 1 kg കറക്റ്റ് ആയിരിക്കും. എന്നാൽ നമ്മൾ ബേക്കേഴ്സിൻ്റെ അടുത്ത് ബാർഗെയിനിങ് ചെയ്യും, എന്നാൽ നമ്മുടെ കേക്ക് 1 kg എന്ന് പറഞ്ഞാൽ 1 kg-നേക്കാളും ഒരുപാട് കൂടുതലും ആയിരിക്കും. വെയിറ്റ് കൊണ്ടും ടേസ്റ്റ് കൊണ്ടും ഫില്ലിങ്സ് കൊണ്ടും ഒക്കെ കൂടുതലായിരിക്കും. എന്നാൽ പെർഫെക്ഷനോ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തു തരികയും ചെയ്യും. എന്ന് വിചാരിച്ച് എല്ലാ ഷോപ്പും ഒരുപോലെ ആണ് എന്നല്ല കേട്ടോ. എല്ലാ ഷോപ്പിനെയും ഞാൻ കുറ്റം പറയുന്നതല്ല. എന്നാലും നമ്മളെ ബേക്കേഴ്സിനോട് ഇതുപോലെ ബാർഗെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കേട്ടോ. ഇതെന്താ അതിനിടയിൽ ഒരു പാത്രമൊക്കെ കൊണ്ടുവന്നിരിക്കുന്നതെന്നുള്ള ചിന്ത വേണ്ട. ഞാൻ കേക്കൊക്കെ സെറ്റാക്കി അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഒരു പാത്രത്തിലോട്ടേക്ക് പ്രസ്സാക്കി. കാരണം എൻ്റെ ഉമ്മ എന്തോ വെക്കാൻ പോകുന്ന സമയത്ത് കേക്കിൻ്റെ ഓർമ്മയില്ല, ജസ്റ്റ് അങ്ങൊന്ന് പ്രസ്സാക്കി കൊടുത്ത് ആ കേക്ക് വേറൊരു പാത്രത്തിലോട്ടേക്ക് ടച്ചായി 2 സ്ഥലത്ത് ഡാമേജായി. നമ്മൾ കേക്ക് സെക്കൻഡ് ഐസിങ് ചെയ്ത് തലേന്ന് വെച്ച കേക്കാണ് പിറ്റേന്ന് രാവിലെ ഡെലിവറിക്ക് തൊട്ട് മുമ്പാണ് ഇങ്ങനെ ഡാമേജ് ആയത് കാണുന്നത്. ആ സമയത്ത് ഉണ്ടാവുന്ന ദേഷ്യവും സങ്കടവും വിഷമവും ഒക്കെ എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് പല ബേക്കേഴ്സിനും പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ്. കാരണം നമ്മൾ സെറ്റായ കേക്കിലേക്ക് ഡാമേജ് വരുന്ന സമയത്ത് അത് റീകവർ ചെയ്ത് അതൊന്ന് സെറ്റാക്കാന്ന് പറയുന്നത് ഇച്ചിരി ഒരു പാടുള്ള കാര്യമാണ്. എങ്കിലും ആ പാടൊക്കെ നമ്മൾ സേഫായിട്ട് ചെയ്യുന്ന മെത്തേഡ്സൊക്കെ കുറേ നമ്മൾ ടിപ്സും ട്രിക്സും ഒക്കെ വീഡിയോസിലിട്ടിട്ടുണ്ട്.
അപ്പോൾ ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ സ്ക്രേപ്പ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളിത് സെക്കൻഡ് ഐസിങ് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം ആട്ടോ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം ആ കേക്ക് ഡെലിവറിയുടെ ഒരു 10-15 മിനിറ്റ് മുമ്പാണ് കേക്ക് ഇതുപോലത്തെ ഡാമേജ് കാണുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി ഞാൻ ആദ്യം കുറച്ച് ക്രീം എടുത്തിട്ട് ഇതുപോലെ സ്ക്യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു മൂണിനെ ഒന്ന് സൈഡിലോട്ട് ചിരിച്ചിട്ട് വെക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആദ്യം വെച്ച് കുറച്ച് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷമാണ് ഈ ഒരു ഡിസൈൻ ഞാൻ മാറ്റിയത്. അപ്പോൾ കുറച്ച് ഫോട്ടോസിലും വീഡിയോസിലും ഞാൻ ഈ ഒരു മെത്തേഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ഗോൾഡൻ സ്റ്റാർസും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് സേഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കും ബാക്കിലൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ നമ്മുടെ ഫോണ്ടന്റിൽ പേര് എഴുതിയതും. പിന്നെ ഇതൊക്കെ വരുന്നത് നോർമലി ഫോട്ടോ പ്രിൻ്റാണ് കേട്ടോ. ഒരു ഗ്ലിറ്ററി ടൈപ്പിൽ വരുന്ന ഗോൾഡൻ ടൈപ്പിൽ ഞാൻ ഫോട്ടോ പ്രിൻ്റ് എടുത്തതാണ്. നമ്മൾ ഫോട്ടോ പ്രിൻ്റൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു ഷീറ്റിൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും ഒരുപാട് സ്പേസ് ബാക്കി ഉണ്ടാവും. ചില കാർട്ടൂൺ കഥാപാത്രങ്ങൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ ബാക്കി വരുന്ന സ്പേസിൽ ഞാൻ ഇതുപോലത്തെ സ്റ്റാർസ്, ക്ലൗഡ്സ്, ബട്ടർഫ്ലൈസ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്തെടുക്കും. അത് ഏത് കേക്കിനാണോ നമുക്ക് തോന്നുന്നത് ആ സമയത്ത് അങ്ങ് എടുത്ത് വെക്കും. പിന്നെ താഴെ വെച്ചിട്ടുള്ളത് ബിസ്ക്കറ്റ് പൗഡർ ആട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ലുക്ക് വരുന്നത്. അപ്പോൾ മുകൾ ഭാഗത്ത് ഞാൻ ആ ഒരു ക്രീമൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഈ ഒരു ലുക്കിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്. റുഷാസ് റെസിപ്പീസ്. അപ്പോൾ ആ റുഷാസ് റെസിപ്പീസ് നമ്മുടെ ഇൻസ്റ്റാ ഐഡിയും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അപ്പോൾ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ന്യൂ വെറൈറ്റി കേക്കുമായിട്ട് വരാം കേട്ടോ.